സോഷ്യൽ സയൻസ് രണ്ടാമത്തെ ചാപ്റ്റർ മെഡീവൽ ഇന്ത്യയിലെ കൾച്ചറൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ്. അതായത് സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. ഇന്നലെ നമ്മൾ വീരശൈവ പ്രസ്ഥാനമാണ് പഠിച്ചത്. ഇന്ന് കബീറിനെ കുറിച്ച് പഠിക്കാം. അദ്ദേഹം വടക്കേ ഇന്ത്യയിലെ ഇന്നത്തെ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രൊപ്പഗേറ്ററായിരുന്നു, പ്രചാരകനായിരുന്നു കബീർ. അദ്ദേഹം എഴുതിയ 4 വരികൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അള്ള, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകളുണ്ട് അനവധി. പൊന്നുരുക്കി പണിതതാ വളകൾ മോതിരങ്ങളും പൊന്നു താനല്ലയോ, വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. അതായത് ദൈവത്തിന് ഒരുപാട് പേരിട്ട് വിളിക്കുന്നു. അള്ള എന്ന്, രാമനെന്നും കരീമെന്നൊക്കെ ഒരുപാട് പേരിട്ട് വിളിക്കുന്നു. പൊന്നുരുക്കി പണിതതാ വളകളും മോതിരങ്ങളും, അതായത് പൊന്നുരുക്കിയാണ് വളകളും മോതിരങ്ങളും എല്ലാം പണിതിരിക്കുന്നത്. എന്നാലും അത് പൊന്ന് തന്നെയല്ലേ, അതിൻ്റെ രൂപം മാത്രമേ മാറിയിട്ടുള്ളൂ. വൈജാത്യങ്ങൾ എന്ന് പറയുന്നത്, വ്യത്യസ്തത എന്ന് പറയുന്നത്, വിഭിന്നത എന്ന് പറയുന്നത് നമ്മളായിട്ടുണ്ടാക്കുന്നതാണ്. നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. മനുഷ്യൻ തന്നെയാണ് ഓരോരുത്തരെയും വേർതിരിച്ച് കാണുന്നത്. ആത്യന്തികമായിട്ട് ഒരു ദൈവമേ ഉള്ളൂ, അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെ ദൈവത്തിനെ ഒരുപാട് പേരിട്ട് വിളിക്കുന്നു എന്നുള്ള രീതിയിൽ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിരുന്ന, പ്രചാരകനായിരുന്ന കബീർ എഴുതിയ വരികളാണിത്. 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ, ഇന്നത്തെ ഉത്തർപ്രദേശ്, ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരുന്ന കബീർ എഴുതിയ വരികളാണിവ. ദോഹകൾ എന്നറിയപ്പെട്ടിരുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ചിരുന്നതിനാൽ കബീറിൻ്റെ ദോഹകൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചിരുന്നു. ഇപ്പോൾ ആദ്യം വായിച്ച 4 വരി പോലെ അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ ദോഹകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ദോഹകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിലാണ് അദ്ദേഹം കീർത്തനങ്ങൾ രചിച്ചിരുന്നത്. അതുകൊണ്ട് ജനങ്ങളെ അത് ഏറെ ആകർഷിച്ചിരുന്നു. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ. ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹ ആരാധന തുടങ്ങിയവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ജാതി, മതം, വർണ്ണം, കുടുംബമഹിമ, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു. ഭക്തി, സൂഫി ആശയങ്ങൾ കബീറിൻ്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു. മത പാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായും നിരാകരിച്ചിരുന്നു. മതങ്ങളുടെ ബാഹ്യാരാധന ക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചു. അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന കബീർ ഭക്തിയെ മോക്ഷമാർഗമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ശിഷ്യരോടൊപ്പം നാടുകൾ തോറും സഞ്ചരിച്ചു. അപ്പോൾ ദോഹകൾ എന്ന് പറയുന്ന കീർത്തനങ്ങളിലൂടെയാണ് ഈ കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. പിന്നെയോ ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. അതായത് ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ഒരു യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. ഹിന്ദു മുസ്ലിം എന്ന് പറയുന്നത് എന്താണ്? ഹിന്ദു മുസൽമാനും ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ്. ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങൾ ആണ് ഹിന്ദുവും മുസൽമാനും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പിന്നെയോ ജാതി വ്യവസ്ഥക്കെതിരെയും തൊട്ടുകൂടായ്മയ്ക്കെതിരെയോ പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, അതിന് വിഗ്രഹ ആരാധന, ഇതിനെല്ലാം എതിരെ അദ്ദേഹം വാദിച്ചു. അതെല്ലാം അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ജാതി, മതവും വർണ്ണവും കുടുംബമഹിമയും സമ്പത്തൊക്കെ അടിസ്ഥാനമാക്കി ഉള്ള എല്ലാ തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു. അതായത് ജാതിയെ നോക്കി, മതത്തെ നോക്കി, വർണ്ണം, നിറത്തെ നോക്കി, കുടുംബമഹിമ, സമ്പത്ത്, ഇതെല്ലാം അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങളെല്ലാം അദ്ദേഹം വിമർശിച്ചു. പിന്നെയോ ഭക്തി, സൂഫി ആശയങ്ങൾ കബീറിൻ്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു. അതായത് ഈ ഭക്തി മൂവ്മെൻറ്റിൻ്റെയും ഈ സൂഫി മൂവ്മെൻറ്റിൻ്റെയും ആശയങ്ങളെല്ലാം അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു. പിന്നെയോ മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചിരുന്നു. മതങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ ആരാധനാക്രമങ്ങൾ അറിയാമല്ലോ. പള്ളിയിൽ പോയാൽ ഇന്ന രീതിയിൽ ആരാധന നടത്തണം, അമ്പലത്തിൽ പോയാൽ ഇന്ന രീതിയിൽ ആരാധന നടത്തണം. അപ്പോൾ അതുപോലെയുള്ള ക്രമങ്ങളെല്ലാം അദ്ദേഹം അവഗണിച്ചു.
അരൂപിയായ ദൈവത്തിൽ, അതായത് രൂപമില്ലാത്ത ദൈവത്തിലെ ആണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അത് ഫോട്ടോ വെച്ചോ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ, ചിത്രങ്ങൾ വെച്ചോ വിഗ്രഹങ്ങൾ വെച്ചോ ഉള്ള ആരാധനയെ അദ്ദേഹം അവഗണിച്ചിരുന്നു. അരൂപിയായ ദൈവത്തിലാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്, അതായത് രൂപമില്ലാത്ത ദൈവത്തിൽ. അപ്പോൾ പിന്നെയോ ഭക്തിയെ മോക്ഷമാർഗമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഭക്തിയെ അദ്ദേഹം മോക്ഷമാർഗമായിട്ട് പ്രചരിപ്പിച്ചു. ഭക്തി എന്നുള്ളത് എന്താണ്? ഒരു മോക്ഷത്തിനുള്ളൊരു മാർഗമാണ്. നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തുവാനുള്ളൊരു അവസരം കൂടിയാണെന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു. പിന്നെ അദ്ദേഹം തൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി, പ്രചരിപ്പിക്കുന്നതിനായി ശിഷ്യരോടൊപ്പം നാടുകൾ തോറും സഞ്ചരിച്ചു. അപ്പോഴുണ്ടായ ചില അനുഭവങ്ങൾ കൂടി വായിക്കൂ. അപ്പോൾ അദ്ദേഹം ശിഷ്യരോടൊത്ത് നാട് ചുറ്റിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവ കഥയാണ് കൊടുത്തിരിക്കുന്നത്. ഒരിക്കൽ ദുഃഖിതനായിരിക്കുന്ന ഒരു ഗ്രാമമുഖ്യനോട് കബീർ കാരണം അന്വേഷിച്ചു. അയാൾ പറഞ്ഞു, കർമ്മഫലം, അല്ലാതെന്തു പറയാൻ. വസൂരി കാരണം ആളുകൾ മരിച്ചു വീഴുന്നു. പരിഹാരമായി മന്ത്രവാദം നടത്തണം. കബീർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രോഗശാന്തിക്ക് മന്ത്രവാദമോ? മന്ത്രവാദം കൊണ്ടും ഇതൊന്നും നേടാൻ കഴിയില്ല. ചികിത്സ കൊണ്ടേ രോഗം ഭേദമാകൂ. മറ്റൊരിക്കൽ കബീറിനും കൂട്ടർക്കും ആളുകൾ ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നെയ്ത്തുകാരും ലോഹപ്പണിക്കാരും മരം കടയുന്നവരും കൃഷിക്കാരും ചെരുപ്പ് കുത്തുന്നവരും ഒക്കെയാണ്. തൊഴിൽ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഉപഹാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഗ്രാമമുഖ്യൻ ദുഃഖിച്ചിരിക്കുന്നു. കാരണം അന്വേഷിച്ചപ്പോൾ അവിടെ വസൂരിയാണ്, എല്ലാവരും മരിച്ചു വീഴുന്നു. മന്ത്രവാദം നടത്തണമെന്ന് ഗ്രാമമുഖ്യൻ പറയുന്നു. ഇദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? ചികിത്സ കൊണ്ട് ഇതൊക്കെ ഭേദമാക്കാൻ കഴിയൂ. പിന്നെയോ ആളുകൾ ഇവർക്ക് സമ്മാനങ്ങൾ, ഉപഹാരങ്ങളൊക്കെ നൽകി തുടങ്ങിയപ്പോൾ ഇദ്ദേഹം ശിഷ്യന്മാരിതൊന്നും വാങ്ങിയില്ല. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കൂടെയുള്ളവർ എല്ലാവരും തന്നെ ജോലി ചെയ്യുന്നവരാണ്. അതിൽ നെയ്ത്തുകാരുണ്ട്, ലോഹപ്പണിക്കാരുണ്ട്, മരം കടയുന്നവരുണ്ട്, കൃഷിക്കാരുണ്ട്, ചെരുപ്പ് കുത്തികളുണ്ട്, ഒക്കെയുണ്ട്. തൊഴിൽ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഉപഹാരങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. കബീറിൻ്റെ ദോഹയും കഥാസന്ദർഭങ്ങളും വായിച്ചല്ലോ. നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കൂ. എന്തൊക്കെയാണ് ഈ ദോഹയും കഥാസന്ദർഭവും വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായത്? ദോഹ എന്ന് പറയുന്ന ആദ്യം കൊടുത്തിരിക്കുന്ന 4 വരി. ഇപ്പോൾ കഥ, ഇപ്പോൾ വായിച്ച ഈ കഥ, ഗ്രാമമുഖ്യൻ്റെയൊക്കെ അടുത്തുപോയ കഥ. അപ്പോൾ എന്തൊക്കെ പറയാം? ആളുകൾ ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നു, അല്ലേ? പിന്നെയോ കബീർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അതായത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ആളുകളെ. പിന്നെ ദൈവത്തെ പല പേരുകൾ വിളിക്കുന്നു. പിന്നെയോ എല്ലാ ജോലിയിലും മഹത്വമുണ്ട് എന്ന് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർ വെച്ച് അദ്ദേഹം തെളിയിച്ചു. അതായത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് കീർത്തനം ചൊല്ലുന്ന ആളുകളല്ല. അദ്ദേഹവും ശിഷ്യന്മാരും എല്ലാം പണിയെടുക്കുന്നവരാണ്. അപ്പം എല്ലാ ജോലിയിലും മഹത്വമുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു. പിന്നെയോ അദ്ദേഹത്തിൻ്റെ ദോഹകളൊക്കെ സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആശയങ്ങളായിരുന്നു. അതെല്ലാം ജനങ്ങളെ ആകർഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദോഹകൾ ജനങ്ങളെ ആകർഷിച്ചു. പിന്നെ ഏത് ജോലിയിലും മഹത്വമുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ആളുകൾ ദൈവത്തെ പല പേരുകളും വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദോഹയിൽ പറയുന്നത് ആളുകൾ ദൈവത്തെ പല പേരുകളും വിളിക്കുന്നു. പിന്നെ അടുത്ത ചോദ്യം, ജനങ്ങൾക്കിടയിൽ സമത്വ ചിന്തയും മതസൗഹാർദ്ദവും വളർത്താൻ കബീറിൻ്റെ ആശയങ്ങൾ എത്രത്തോളം സഹായിച്ചു? ചർച്ച സംഘടിപ്പിക്കൂ. ജനങ്ങൾക്കിടയിൽ സമത്വ ചിന്തയും മതസൗഹാർദ്ദവും വളർത്താനായിട്ട് ആശയങ്ങൾ എത്രത്തോളം സഹായിച്ചു എന്നുള്ളത് പാരഗ്രാഫിൽ തന്നെ കിടക്കുന്നുണ്ട്. അതായത് ഹിന്ദു മുസ്ലിം ബ്രദർഹുഡിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തിച്ചിരുന്ന ആൾ, അതുപോലെ ഈ ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, ഇതൊക്കെ അർത്ഥശൂന്യമാണെന്ന് വാദിച്ചു. ആ പാരഗ്രാഫിലുള്ളതെല്ലാം ആ പോയിൻ്റാണ്. അതെല്ലാം എഴുതുക. ആ പാരഗ്രാഫ് വെച്ച് ചർച്ച സംഘടിപ്പിക്കുക. കുടുംബമഹിമ, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു. ആ പാരഗ്രാഫിലുള്ളതെല്ലാം ചർച്ച സംഘടിപ്പിക്കുമ്പോൾ എഴുതുക. ഇതെല്ലാം പോയിൻ്റാണ്. ഇനി ഗുരുനാനാക്ക്, സ്നേഹവും സാഹോദര്യവും.
ഗുരുനാനാക്കും ഭായി മർദാനയും ഒരിക്കൽ സജ്ജൻ തങ്കിൻ്റെ സത്രത്തിൽ വിശ്രമിക്കാനെത്തി. അവിടെ വരുന്നവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഗുരുനാനാക്ക് രാത്രി വിശ്രമിക്കാൻ തയ്യാറായില്ല. പകരം അവർ ഗുരുനാനാക്ക് തന്നെ രചിച്ച പ്രാർത്ഥനാ ഗാനങ്ങളായ ഷാബാദ് ആലപിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ് എന്നർത്ഥം വരുന്ന വരികളായിരുന്നു ചൊല്ലിയത്. പാട്ടിൻ്റെ വരികൾ കേട്ടപ്പോൾ സജ്ജൻ തങ്കിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അയാൾ ഗുരുവിനോട് ക്ഷമ ചോദിച്ചു. മോഷ്ടിച്ച പണമെല്ലാം ദരിദ്രർക്ക് നൽകാനും സത്യസന്ധനായി ജീവിക്കാനും ഗുരുനാനാക്ക് ഉപദേശിച്ചു. പിന്നീട് സജ്ജൻ സത്രത്തിൽ എത്തുന്നവരെ സഹായിച്ച് ജീവിക്കാൻ തുടങ്ങി. അത് ഗുരുനാനാക്കിനെ കുറിച്ചൊരു കഥയാണ്. അതായത് ഗുരുനാനാക്കും സഹായിയും കൂടെ ഒരിക്കൽ സജ്ജൻ തങ്കിൻ്റെ സത്രത്തിൽ വിശ്രമിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹം രാത്രി ഉറങ്ങിയില്ല. കാരണം എന്താ, ഈ സജ്ജൻ തങ്ക് രാത്രി അവിടെ വിശ്രമിക്കാൻ വരുന്നവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗുരുനാനാക്ക് രചിച്ച പ്രാർത്ഥനാ ഗാനങ്ങളായ ഷാബാദ് ആലപിക്കാൻ തുടങ്ങി. അപ്പോൾ അതിലർത്ഥം മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ് എന്നായിരുന്നു ആ പ്രാർത്ഥനാ ഗീതത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ സജ്ജൻ തങ്കിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അദ്ദേഹം ഈ ഗുരുനാനാക്കിനോട് ക്ഷമ ചോദിച്ചു. പിന്നീടുള്ള കാലം ഈ സജ്ജൻ തങ്ക് സത്യസന്ധനായി ജീവിച്ചു. മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കഥയിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാം ആശയങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചത്? എന്തൊക്കെ ആശയം ലഭിച്ചു? അതായത് മറ്റുള്ളവരെ കൊള്ളയടിക്കരുത്, അത് അന്യായമാണ്. പിന്നെ സത്യസന്ധനായി ജീവിക്കണം. പിന്നെയോ നമ്മൾക്ക് കഴിയുന്നത് പോലെ മറ്റുള്ളവരെ സഹായിക്കണം. അപ്പോൾ ഈ കഥയിലൂടെ എന്തെല്ലാം ആശയങ്ങളാണ് ലഭിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരെ കൊള്ളയടിക്കരുത്, അത് അന്യായമാണ്. പിന്നെ സത്യസന്ധനായി ജീവിക്കുക, പിന്നെ മറ്റുള്ള ആളുകളെല്ലാം സഹായിച്ച് ജീവിക്കുക. ഗുരുനാനാക്കിനെ കുറിച്ചുള്ള വിവരണമാണ് അടുത്ത പാരഗ്രാഫിൽ. 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി എന്ന സ്ഥലം ഇപ്പോൾ പാകിസ്ഥാനിലാണ്. തൽവണ്ടി ഗ്രാമത്തിലാണ് ഗുരുനാനാക്ക് ജനിച്ചത്. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരുനാനാക്ക് ശ്രമിച്ചു. തൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചു. മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരുനാനാക്ക് എതിർത്തിരുന്നു. ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ജാതി വിവേചനം, വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിച്ചു. സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു. ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന ലംഗാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴി തെളിച്ചു. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി എന്ന ഗ്രാമത്തിലാണ് ഗുരുനാനാക്ക് ജനിച്ചത്. ആ ഗ്രാമം ഇപ്പോൾ പാകിസ്ഥാനിലാണ്. പിന്നെ അദ്ദേഹം എന്തൊക്കെ സമന്വയിപ്പിക്കാൻ ശ്രമിച്ചു? വിവിധ മതങ്ങളുടെ ആശയങ്ങളെ അതായത് ഒന്നിച്ചു ചേർക്കാൻ ശ്രമിച്ചു. പിന്നെ അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ സഞ്ചരിച്ചു തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് അദ്ദേഹം എന്തൊക്കെ ചെയ്തു? മതങ്ങളുടെ നിരർത്ഥകതയെ, അതായത് ഹിന്ദു എന്നും മുസ്ലിം എന്നും അങ്ങനെയുള്ള മതങ്ങൾ അതൊക്കെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളാണ്. അതെല്ലാം ഒരു മനുഷ്യൻ എന്നുള്ളൊരു മതം മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഏകദൈവം എന്ന സന്ദേശമാണ് അദ്ദേഹം കൊടുക്കാൻ ശ്രമിച്ചിരുന്നത്. പിന്നെ തുല്യത, അതായത് എല്ലാവർക്കും തുല്യത, സാഹോദര്യ, സ്നേഹം, നന്മ, അതൊക്കെ മതസഹിഷ്ണുത അങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. പിന്നെ ജാതി വിവേചനം, അതുപോലെ വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെല്ലാം നിരാകരിച്ചു. സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു. അതായത് പണമുള്ളവനും പണമില്ലാത്തവനും എന്നുള്ള സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു. പിന്നെ ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്നും പിന്തിരിയണമെന്ന് അദ്ദേഹം ജനങ്ങളെ പ്രേരിപ്പിച്ചു. പിന്നെ എല്ലാ ആളുകൾക്കും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന ഒരു പൊതു അടുക്കളയുടെ പ്രാധാന്യം, ലംഗാർ എന്നാണ് ആ അടുക്കളയുടെ പേര്, അതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ തന്നെയാണ് പിൽക്കാലത്ത് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴി തെളിച്ചത്. ചോദ്യം: മതസഹിഷ്ണുത, സാർവത്രിക സാഹോദര്യം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഗുരുനാനാക്ക് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാമാണ് ഇപ്പോൾ പറഞ്ഞു തന്നെ.
അതായത് ഏകദൈവം എന്ന സന്ദേശം എത്തിക്കാൻ ശ്രമിച്ചു. ഈ പാരഗ്രാഫിലുള്ളത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നന്നായിട്ട് വായിക്കുക. കബീറിൻ്റെയും ഗുരുനാനാക്കിൻ്റെയും സാമൂഹ്യവും മതപരവുമായ പ്രവർത്തനങ്ങൾ മധ്യകാല ഇന്ത്യയിൽ ഒരു സാംസ്കാരിക സമന്വയത്തിന് തുടക്കം കുറിച്ചു. സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിക്കാം. സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദി ഗ്രന്ഥ. ഗുരുനാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ആദി ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം, ജാതി ലിംഗ വംശ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത എന്നിവ ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ജൈനമതം, ബുദ്ധമതം, ഇസ്ലാം മതം തുടങ്ങിയവയുടെ ആശയങ്ങൾ ആദി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദി ഗ്രന്ഥം എന്നുള്ളത് സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദി ഗ്രന്ഥ. അതിൽ ജാതിലിംഗ വംശങ്ങൾക്കെതിരെ ഉള്ള വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്തയൊക്കെ ഉണ്ട്. പിന്നെ ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയൊക്കെ ആശയങ്ങളും ഈ ആദി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഏതാണ്? ആദി ഗ്രന്ഥ. അടുത്തത് ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം, വുമൺ ആൻഡ് ദി ഭക്തി മൂവ്മെൻറ്റ്. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം, ഈ ഭക്തി മൂവ്മെൻറ്റിൽ പുരുഷന്മാരെ കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ ഇത്രയും ഭാഗത്ത് പഠിച്ചത്. ഇനിയിപ്പോൾ സ്ത്രീ സാന്നിധ്യം, ഏതൊക്കെ സ്ത്രീകളായിരുന്നു ഈ മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. മധ്യകാലഘട്ടത്തിലെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും കുറവായിരുന്നു. ആരാധനാ സ്വാതന്ത്ര്യത്തിലും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനായി കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും ധാരാളം സ്ത്രീകൾ തയ്യാറായി. ഈ മിഡീവൽ ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അംഗീകാരമോ പരിഗണന ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. ആരാധനാ സ്വാതന്ത്ര്യത്തിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, അവർക്കൊരു പരിഗണന ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഭക്തി മൂവ്മെൻറ്റ് വന്നതോടുകൂടി ഇഷ്ടദൈവത്തിനെ ആരാധിക്കുവാനായിട്ട് ധാരാളം കീർത്തനങ്ങളും ഗാനങ്ങളൊക്കെ രചിക്കുന്നതിനും ആലപിക്കുന്നതിനുമായി സ്ത്രീകൾ തയ്യാറായി. കാരണം ഈ പ്രസ്ഥാനത്തിന് ലിംഗഭേദം ഉണ്ടായിരുന്നില്ല, സ്ത്രീയെന്നും പുരുഷനെന്നും വ്യത്യാസം ഉണ്ടായിരുന്നില്ല. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായി. അവർ ജീവിത സൗകര്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി. മീരാബായി രചിച്ച കൃഷ്ണഭജനുകൾ ഏറെ പ്രസിദ്ധമാണ്. അപ്പോൾ ഭക്തി മൂവ്മെൻറ്റിലെ പ്രശസ്തയായ ഒരു സ്ത്രീ എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്ന മീരാബായി രാജകുമാരിയാണ്. അവരെല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി ഒരുപാട് കൃഷ്ണഭജനകളും രചിച്ചു. തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്ത കവയിത്രിമാരായിരുന്നു കാരയ്ക്കൽ അമ്മയാർ, ആണ്ടാൾ എന്നിവർ. തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് ഇവർ രചിച്ചിരുന്നത്. പിന്നെ തമിഴ്നാട്ടിലെ ഭക്ത കവയിത്രിമാരായിരുന്നു കാരയ്ക്കൽ അമ്മയാർ, ആണ്ടാൾ എന്നിവർ. തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളൊക്കെ ഇവർ രചിച്ചു. പിന്നെയോ വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു അക്ക മഹാദേവി. സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകിയിരുന്നു. പിന്നെ വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു അക്ക മഹാദേവി. അവരിതേപോലെ തന്നെ സ്ത്രീകൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്കൊക്കെ അവർ നേതൃത്വം നൽകിയിരുന്നു. മഹാരാഷ്ട്രയിലെ ഫഹിനാബായി, സൊയ്റാബായി, കാശ്മീരിലെ ലാൽദേദ് തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയവരാണ്. പിന്നെ ആരൊക്കെ? മഹാരാഷ്ട്രയിലെ ഫഹിനാബായി, സൊയ്റാബായി, കാശ്മീരിലെ ലാൽദേദ് തുടങ്ങിയവർ. ഇവരൊക്കെ ഈ ഭക്തി പ്രസ്ഥാനത്തിലൂടെ വന്ന പ്രധാനപ്പെട്ട സ്ത്രീകളാണ്. ചോദ്യം: ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ മീരാബായി, അക്ക മഹാദേവി തുടങ്ങിയവരുടെ പങ്ക് എത്രത്തോളം സഹായിച്ചു? അതായത് ഇവരുടെ പങ്ക്, ഈ സ്ത്രീകളുടെ പങ്ക്, അതായത് ഈ മീരാബായിയുടെ അക്ക മഹാദേവിയുടെയും പങ്ക് എന്തൊക്കെയായിരുന്നു? അന്ന് മധ്യകാല ഇന്ത്യയിൽ എന്ന് പറയുന്ന സ്ത്രീകൾ വളരെ വിവേചനം നേരിട്ടിരുന്ന കാലഘട്ടമായിരുന്നു. അംഗീകാരമോ പരിഗണന ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഭക്തി പ്രസ്ഥാനം വന്നത്. ഇതിൽ ആകൃഷ്ടരായിട്ട് മീരാബായി സ്വന്തം ഒരു രാജകുമാരി ആയിരുന്നിട്ട് കൂടി തൻ്റെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച്
ഈ ഭക്തി പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കൃഷ്ണ ഭജനുകളൊക്കെ എഴുതി ആലപിച്ചു. അത് മറ്റ് സ്ത്രീകൾക്ക് പ്രചോദനമായി. പിന്നെ അക്ക മഹാദേവി എന്ത് ചെയ്തു? സ്ത്രീകൾ നേരിടുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകി. അപ്പോൾ ഇതെല്ലാം ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീകളുടെ സാന്നിധ്യമാണ്, അതായത് പ്രധാന സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്. അത് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ സഹായകമായി. ഈ സ്ത്രീകളുടെ പങ്കും ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ സഹായകമായി. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ: സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്. എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹികവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചു. അപ്പോൾ എന്തൊക്കെയായി? സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടതെന്ന് ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞല്ലോ. പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹികവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ഭക്തി മൂവ്മെൻറ്റിന് സാധിച്ചു. അതായത് സാമൂഹികവും മതപരവുമായ മേഖലകളിൽ ഒരുപാട് പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. ഭക്തി പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്തകവികളും താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നുള്ളവരായിരുന്നു. അതായത് ഈ ഭക്തി പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്തകവികളും, അതായത് ഭക്തകവികളായിരുന്നല്ലോ, ഇഷ്ടദൈവത്തിന് വേണ്ടി കീർത്തനങ്ങൾ രചിച്ചിരുന്നവരും ഭജൻസ് രചിച്ചിരുന്നവരുമായിരുന്നല്ലോ ഭക്തി പ്രസ്ഥാനത്തിലെ കവികളെല്ലാം തന്നെ. അപ്പം അവരെങ്ങനെയുള്ളവരായിരുന്നു? അവരെല്ലാം താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ആളുകളായിരുന്നു. ഈ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആർക്കും പ്രവേശിക്കാമായിരുന്നു. പറഞ്ഞല്ലോ, ലിംഗവിവേചനമില്ല, ജാതി മത വ്യത്യാസമില്ല, അങ്ങനെ ഒന്നുമില്ല, ആർക്കും പ്രവേശിക്കാമായിരുന്നു. അപ്പോൾ ഇവരെല്ലാം താഴ്ന്ന ജാതിക്കാരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ആളുകളായിരുന്നു. ഇവർ ജാതി വ്യവസ്ഥയെയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളെയും ചോദ്യം ചെയ്തു. ഇവരെന്തൊക്കെ ചെയ്തു? അതായത് ഇവർ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തു. ബ്രാഹ്മണർക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, പ്രത്യേക സ്ഥാനമാനങ്ങളും, അതെല്ലാം അവർ ചോദ്യം ചെയ്തു. തൽഫലമായി സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. അങ്ങനെ സാമൂഹിക സമത്വം, എല്ലാവർക്കും സമൂഹത്തിൽ തുല്യ സമത്വം എന്നൊരാശയം രൂപപ്പെടാൻ തുടങ്ങി. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. ഈ അനുഭവ മണ്ഡലത്തിലെ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. പിന്നെയോ അവരുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്തു. സ്ത്രീകളുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിച്ചു, സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ ആ സമയത്ത് കഴിഞ്ഞു. അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞതും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഭക്തി മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത മറ്റെന്തൊക്കെയാണ്? അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്. അവരാരും തന്നെ വെറുതെ ഭജനവിധി കീർത്തനം പാടി നടക്കുന്നവരായിരുന്നില്ല. അതോടൊപ്പം തന്നെ അധ്വാനിക്കുന്നുമുണ്ടായിരുന്നു. അവരേതൊക്കെ തൊഴിൽ മേഖലയിലാണോ പണിയെടുത്തിരുന്നത് അത് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ആരിൽ നിന്നും ഉപഹാരങ്ങളൊന്നും വാങ്ങിച്ചിരുന്നില്ല. കബീറെന്ന് ആദ്യം പറഞ്ഞല്ലോ. അതുപോലെ സൂഫി പ്രസ്ഥാനം. ഇനി സൂഫി മൂവ്മെൻറ്റ്. ഡൽഹി സുൽത്താൻ ആയ ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ സന്ദർശന വിവരം ഔലിയ അറിയാൻ പാടില്ല, അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് സുൽത്താൻ അറിയാം. എന്നാൽ ഖുസ്രു ഇക്കാര്യം ഔലിയയോട് പറഞ്ഞു. ഭരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഔലിയ സന്ദർശന ദിവസം ദൂരേക്ക് യാത്ര പോയി. ഖാൻഗാഹിലെത്തിയ രാജാവ് ഷെയ്ഖിനെ കാണാനാകാതെ ഖുസ്രുവിനോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ സുൽത്താനെ ചതിക്കുകയായിരുന്നു അല്ലേ? ഖുസ്രു മറുപടി പറഞ്ഞു. രാജാവിനെ ചതിച്ചാൽ എൻ്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കൂ. പക്ഷേ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാനന്തര ജീവിതം തന്നെയാകും എനിക്ക് നഷ്ടപ്പെടുക. ഇത് സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ കഥയാണ്. അതായത് ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രു ആരായിരുന്നു? ഒരു ഉറുദു കവിയായിരുന്നു. കഴിഞ്ഞ കൊല്ലം 6ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അമീർ ഖുസ്രു ഒരു ഉറുദു കവിയായിരുന്നു. ഈ അമീർ ഖുസ്രുവിനോട് ഇങ്ങനെ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയെ കാണാൻ ആഗ്രഹം. അദ്ദേഹം ആരാണ്? ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ.
സൂഫി ഗുരുവാണ്. അദ്ദേഹം ഒരു സൂഫി ഗുരുവാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ ഈ ഔലിയയെ ഇതൊന്നും അറിയിക്കരുതെന്ന് സുൽത്താൻ പറഞ്ഞു. പറഞ്ഞാൽ സമ്മതിക്കില്ല. കാരണം അദ്ദേഹത്തിന് ഇതേപോലെ ആരുമായിട്ട് ആളുകളെ കാണാനല്ല, അങ്ങനെയുള്ള എന്താ പറയുക, സന്ദർശനം ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമില്ല. അങ്ങനെ സമ്മതിക്കില്ല, അത് സുൽത്താൻ അറിയാം. എന്നാൽ ഖുസ്രു ഇക്കാര്യം ഔലിയയോട് പറഞ്ഞു. ഈ അമീർ ഖുസ്രു ഔലിയയോട് പറഞ്ഞു, അതായത് ഈ സൂഫി ഗുരുവായ ഔലിയയോട് പറഞ്ഞു. അപ്പോൾ ഭരണാധികാരികളെ കാണാൻ ആണ് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ആ സമയത്ത് പോയി, കാണാൻ പറ്റിയില്ല. അപ്പോൾ രാജാവ് അമീർ ഖുസ്രുവിന് വഴക്ക് പറഞ്ഞു. അപ്പോൾ എന്നെ ചതിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഖുസ്രു മറുപടി പറഞ്ഞു, ഇങ്ങനെയാണ്, രാജാവിനെ ചതിച്ചാൽ എനിക്ക് ഈ ലോകത്ത് നിന്ന് മാത്രമേ, അതായത് ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കൂ. പക്ഷേ എൻ്റെ ഗുരുവിനെ ചതിച്ചാലോ, അനിഷ്ടമായ മരണാനന്തര ജീവിതം എനിക്ക് നഷ്ടപ്പെടുമെന്ന്. അതായത് അദ്ദേഹം മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ് അമീർ ഖുസ്രു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഗുരുവിനെ ചതിക്കരുത് എന്നൊരു പാഠം കൂടി ഈ കഥാഭാഗത്തുണ്ട്. ഗുരുവിനെ ചതിക്കരുത്. അതായത് മരണത്തെ ഭയപ്പെടാത്ത അമീർ ഖുസ്രു തൻ്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഔലിയയുടെ അപ്രീതിയെ ഭയപ്പെട്ടിരുന്നു, അല്ലേ എന്നാണ് ഈ കഥ നമ്മോട് പറയുന്നത്. പിന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി? എന്തൊക്കെ കാര്യം മനസ്സിലായി? ഗുരുവിനെ വഞ്ചിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഗുരുവിനെ ചതിക്കാൻ പാടില്ല. പിന്നെ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് അപ്പോൾ അനശ്വരമായ മരണാനന്തര ജീവിതം, നശിക്കാത്ത മരണാനന്തര ജീവിതം, മരണത്തിന് ശേഷമുള്ള ജീവിതം നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്, അമീർ ഖുസ്രുവിൻ്റെ വിശ്വാസമാണ്. ഭക്തിയെ ദൈവത്തോടടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. അതിനുള്ള ഒരു വഴി ഭക്തിഗാന ആലാപനമാണെന്ന് സൂഫി വര്യന്മാർ കരുതി. സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച് അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു. ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. അപ്പോൾ സൂഫികൾ എങ്ങനെയുള്ളവരായിരുന്നു? ഇത് ഭക്തി മൂവ്മെൻറ്റ് പോലെ തന്നെ ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു അവർ. ഭക്തിഗാന ആലാപനമാണ് അതിനുള്ള വഴിയെന്ന് അവർ കരുതി. സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ചു, അവർ ഈ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു. ഏകദൈവ വിശ്വാസവും സാഹോദര്യവും മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകി. സൂഫിസം എന്ന പദമുണ്ടായത് കമ്പിളി എന്ന അർത്ഥം വരുന്ന സുഫ് എന്ന വാക്കിൽ നിന്നോ ശുക്തി എന്ന അർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. സൂഫിസം എന്ന വേർഡുണ്ടായത് കമ്പിളി എന്ന അർത്ഥം വരുന്ന സുഫ് എന്ന വാക്കിൽ നിന്നോ അല്ലെങ്കിൽ ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇനി ഇന്നത്തെ പാർട്ട് 2 നമുക്കിവിടെ തീർക്കാം. ഇനി കുറച്ചുകൂടി ഉണ്ട്, അത് അടുത്ത ഭാഗത്തിൽ എടുക്കാം.